ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. നമുക്ക് വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ മുട്ടയും സവാളയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കൊച്ചി സ്റ്റൈൽ മുട്ടക്കറിയാണ്. ഇതിനെ ഞങ്ങൾ വീട്ടിൽ തട്ടിക്കൂട്ട് കറി എന്ന് പറയും. ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണ് വേണ്ടതെന്ന് നോക്കാം. കോഴിമുട്ട 4 എണ്ണം, സവാള നീളത്തിലരിഞ്ഞത് 1.5 കപ്പ്, കുറച്ച് കറിവേപ്പില, കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, ചില്ലി പൗഡർ 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 നുള്ള്, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്, വെള്ളം ആവശ്യം. ഒരു പാനിൽ എണ്ണ ചൂടായി വരുമ്പോൾ കറിവേപ്പിലയും സവാളയും ചേർത്ത് ലൈറ്റ് ബ്രൗൺ നിറമാവും വരെ വഴറ്റുക. ഇപ്പോൾ സവാള ലൈറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞ് ഇനി നമ്മൾക്കിതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് മുളക് പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് വഴറ്റാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക, ഉപ്പും ചേർക്കുക. മുട്ട ഓരോന്നായി ഇതിലേക്ക് പൊട്ടിച്ചിടുക. ഒരു മൂടി വെച്ച് മൂടി കറി തിളച്ച് വരുമ്പോൾ തീ കുറച്ച് വെച്ച് കുക്ക് ചെയ്യുക. ഇടയ്ക്ക് മൂടി മാറ്റിയിട്ട് പാൻ ഒന്ന് ഇളക്കി വെക്കുക. ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡിയായി കഴിഞ്ഞ് മുട്ടയുടെ മഞ്ഞ കട്ടിയെ വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കൂടുതൽ നേരം വെച്ചാൽ മുട്ടയുടെ വെള്ള റബ്ബർ പോലെ ആയിപ്പോകും. പിന്നെ ഈ കറിയുടെ കളർ നിങ്ങളുടെ ആരും പേടിക്കേണ്ട. ഇത് കാശ്മീരി ചില്ലി ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ടാണ്. സാധാരണ മുളക് പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ കുറച്ച് മുളക് പൊടി മാത്രം ഉപയോഗിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ കൊച്ചി സ്റ്റൈൽ മുട്ട തിളപ്പിച്ചത് റെഡിയായി.